പിന്നെ കുറച്ച് പേര് ഇപ്പം എന്നോട് ചോദിച്ചതാണ് മെസ്സേജ് അയച്ചിട്ട്, സാറേ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സും കൂടി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആയല്ലോ ഇൻറ്റഗ്രേഷൻ, അതുകൂടി ഒന്ന് പറഞ്ഞു തരുമെന്ന്. വളരെ എളുപ്പമാണ് അത്. നമ്മുടെ ഡിഫറൻഷിയേഷനിൽ പ്രോഡക്റ്റ് റൂൾ. എന്താ പ്രോഡക്റ്റ് റൂൾ? ഇടയിൽ പ്ലസും മൈനസും ഒന്നും അല്ലാതെ ഇൻറ്റു ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ നോക്കി ഇതൊരു ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. രണ്ട് ഫംഗ്ഷൻ്റെ ഇടയിൽ പ്ലസോ മൈനസോ ഒന്നും അല്ലാതെ ഇൻറ്റു വരുമ്പോൾ ഡിഫറൻഷിയേഷനിൽ നമ്മൾ പറയും പ്രോഡക്റ്റ് റൂൾ. ഇവിടെ പറയും ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും ഉണ്ടെങ്കിൽ എന്താ ഫോർമുല നോക്കിയാൽ നമുക്ക് തരാം. ഡി എക്സ് പിന്നെ വേണമല്ലോ ഇൻറ്റഗ്രേഷൻ ചെയ്യണമെങ്കിൽ, അതിൽ ഡി എക്സ് എന്ന് പറയുന്ന മെഷീൻ ഫിറ്റ് ചെയ്യണമല്ലോ. എന്താ ഫോർമുല നോക്കിയേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഇതെന്തിനാ ഡി എക്സ്, അല്ലാതെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, മൈനസ് ഡിഫറൻഷിയേഷനിൽ പ്രോഡക്റ്റ് റൂളിൽ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടും. നോക്കിക്കോ, ആ ഡെറിവേറ്റീവ് കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, കണ്ടോ? എന്നിട്ട് ഇത് ഹോൾ ഡി എക്സ്, എന്നിട്ട് വലുതായിട്ടൊരു ഹോൾ ഡി എക്സ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. എന്താ ഫോർമുല? ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇൻറ്റഗ്രൽ ചെയ്യുമ്പോൾ എപ്പോഴും ഡി എക്സ് വേണം, മൈനസ് ഡിഫറൻഷിയേഷനിൽ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടും, ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ദ ഹോൾ ഡി എക്സ്, ദ ഹോൾ ഡി എക്സ്. വെരി സിമ്പിളാണ് മക്കളെ. അപ്പോൾ അത് നോക്ക്. സോ എക്സ് ഇൻറ്റു എന്താ കോസ് എക്സിൻ്റെ ഇൻറ്റഗ്രൽ? കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ മൈനസ് സൈൻ എക്സ് ആണ്. കോസ് എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്താണ്? സൈൻ എക്സ് ആണ്. ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താ നമ്മൾ പഠിച്ചത്? ഇറ്റ് ഈസ് 1. ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താണ്? 1. കോസ് എക്സിൻ്റെ ഇൻറ്റഗ്രൽ നമ്മളിവിടെ ഓൾറെഡി ഫോർമുല എഴുതി വെച്ചിട്ട് നോക്കി എഴുതിയാൽ മതി. കോസ് എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്താ? സൈൻ എക്സ്, എക്സ്ക്യൂസ് മീ, ദ ഹോൾ ഡി എക്സ്. മൊത്തത്തിൽ എല്ലാത്തിനും കൂടി പുറത്തൊരു ഡി എക്സ്, അതാണ് ഹോൾ ഡി എക്സ്. ഓക്കെ, സോ നോക്കിയേ. സോ എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് 1 ഇൻറ്റു സൈൻ എക്സ് എന്താ? സൈൻ എക്സ് ഡി എക്സ്. 1 ഇൻറ്റു സൈൻ എക്സ് സൈൻ എക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിയേ? എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് ഈ സൈൻ എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്താ മക്കളെ? ഇൻറ്റഗ്രേഷൻ വേണമെങ്കിൽ മെഷീൻ വേണം, മെഷീൻ ഉണ്ട്. സൈൻ എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്താ? മൈനസ് കോസ് എക്സ് ആണ്. ഇൻറ്റഗ്രേഷൻ നേരെ ഓപ്പോസിറ്റാണ് ഡെറിവേറ്റീവിൻ്റെ. ഡെറിവേറ്റീവിലാണെങ്കിൽ സൈൻ എക്സ് കോസ് എക്സ് ആണ്, ഇൻറ്റഗ്രലാണെങ്കിൽ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ആണ്. സോ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടുന്നു നോക്കി പറഞ്ഞേ? ഈ മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആവും. സോ ഫൈനലി വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്, എക്സ് സൈൻ എക്സ്, ഈ മൈനസ് ഇൻറ്റു മൈനസ് എന്താവും? പ്ലസ് ആവും, പ്ലസ് കോസ് എക്സ് പ്ലസ് സി. അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ്? പൊളിപ്പിച്ചു നമ്മൾ. ഇതേപോലെ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് നിങ്ങൾ ഏത് ചെയ്യുക? ഇതൊന്ന് ചെയ്ത് നോക്കിയേ. ഇത് ആ പഴയ വീഡിയോ തൊട്ട് മുന്നേ സാറ് ചെയ്ത അതേ പാറ്റേണിൽ ഈ പ്രോബ്ലം ഒന്ന് ഇപ്പം തന്നെ ചെയ്തേ നോക്കട്ടെ. അപ്പോൾ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് കഴിഞ്ഞല്ലോ. ഇത്രയേ ഉള്ളൂ.